മഞ്ചും കാറ്റിൽ മയങ്ങിയ നിങ്ങളിത് കാണുക. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? ആര് ദയവ് ചെയ്ത് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കള്ളിച്ചാടരുത്. ഇവിടെ കുറച്ച് പേരുടെ ഇൻസിഡന്റ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് സോ ഡേഞ്ചറസ്, ദ സീ ഈസ് സോ ഡേഞ്ചറസ്. ഡോട്ട് ചുമ്മാതെയാണെങ്കിൽ അങ്ങോട്ട് പോയി കൊടുക്കരുത്. മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് അനുഭവമെങ്കിൽ ഒന്നും പറയും. ഇത് ബംഗാൾ ഉൾക്കടലായിരിക്കാനാണ് സാധ്യത. ഞാൻ എന്തായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ എന്തായിരുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനേ, സാധാരണ നമ്മൾ ഇവിടെ ഈ സൈഡിലൊരു പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബൈക്കുകാർ കൊണ്ടുവന്ന് നേരത്തെ അങ്ങ് വെച്ചേക്കും. നമുക്ക് പിന്നെ നിൽക്കാൻ സ്ഥലമില്ല. പക്ഷെ ഇന്ന് അവർക്കടി കിട്ടി, നമുക്ക് സൂപ്പർ സ്പേസ് കിട്ടി. എന്തുകൊണ്ടെന്നല്ലേ, ബൈക്കുകാരന്മാർ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പറന്ന് കയറും. ഭയങ്കര ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇമാജിൻ ചെയ്യുന്ന കണക്കൊന്നും അല്ല. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഡേഞ്ചറസ് ഡേഞ്ചറസ് ഡേഞ്ചറസ്. വന്നേ വല്ലതും മനസ്സിലായ ഞങ്ങൾക്ക്? ഇറ്റ് ഈസ് സോ സീരിയസ്. അതുകൊണ്ട് കടലിലേക്ക് കണ്ടോ എൻ്റെ എന്തൊരു പേൾ. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, വമ്പൻ സീനാണ് ഇവിടെ, വമ്പൻ സീൻ. കടലങ്ങ് ബഹളം വെക്കുകയാണ്. മഴ വരുമ്പോ പിന്നെ നമുക്ക് വിഴിഞ്ഞത്തിനിപ്പം കപ്പലുകളൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ കാര്യം അധോഗതിയായിരിക്കും. ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ കപ്പാസിറ്റി സമ്മതിക്കണം. കഷ്ടപ്പാവം, എന്താ ചെയ്യാൻ. അങ്ങനെ ശംഖുമുഖത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ക്യാമറ എവിടെയാണെന്നുള്ളതാണ്, എങ്ങോട്ടൊക്കെ നോക്കി എന്തൊക്കെ ഞാൻ പറയുകയാണ്, പിച്ചുമ്മയും പറയുകയാണ് ഗൈസ്. കടലിൻ്റെ ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞു അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 7 കിലോമീറ്ററോളം അകത്തേക്ക് കടൽ കയറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്തോ. വരൂ, നമുക്ക് എങ്ങോട്ടെങ്കിലും നാട് വിടാം. കണ്ടോ? അയ്യോ എന്തുവാ ബഹളം. കടലിൽ നിനക്കെന്ത്? കടലിനെ മനസ്സിലായി തോന്നണം ഞാനിവിടെ ഇരിക്കണം കേട്ടോ. രണ്ടും കൽപ്പിച്ചാണ്. ഇനി ഭാര്യയെന്ന് ആലോചിക്കുന്നു. ഞാൻ പോട്ടെ ഗീസ്. എന്നെ കടൽ വിളിക്കുന്നു. ഒരു പോഷൻ വരേ ഉള്ളൂ നല്ല വെള്ളം, അതിനപ്പുറത്തേക്ക് ചെളി വെള്ളമാണ് വരുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടേ. ഇവിടെ ഇരുത്തോ ഇല്ലെന്ന് അറിയത്തില്ല. പോലീസ് ഇപ്പോൾ വരും, എല്ലാം കുപ്പി പറക്കിക്കൊണ്ട് പോയും പിള്ളേരെയെന്ന് പറഞ്ഞിട്ട്. തള്ളി ഇടാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓരോ തവണ വരുമ്പോഴത്തേക്കും ശംഖുമുഖത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ പാവം തോന്നും. എന്തെല്ലാം ശംഖുമുഖം ഞങ്ങളുടെയൊക്കെ ഒരു വികാരമായിരുന്നു ചെറിയ പ്രായത്തിൽ. ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാലേ ശംഖുമുഖത്തേക്ക് തള്ളിക്കയറി വരാൻ പറ്റുമായിരുന്നു. ശംഖുമുഖം പഴയ ശംഖുമുഖമല്ല, പക്ഷേ നമ്മളൊക്കെ പഴയ ആൾക്കാരായിട്ട് ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ശരി, കൊതിയും നുണയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തി. ഞാൻ ചുമ്മാ വന്നതാണ്. കൊള്ളല്ലേ? നിങ്ങൾക്ക് വേറെ ഏത് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതുപോലെ കൊണ്ടുവന്ന് സിനാരിയോ കാണിക്കുന്നത്? വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നില്ലേ? അതാണ്. പുതിയ ഗവൺമെൻറ്റൊക്കെ വരും, അവർ പല രീതിയിലുള്ള ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് വയ്ക്കും. പക്ഷേ ഇതുപോലൊരു യൂട്യൂബർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്ത് കാണുന്നോ അത് നിങ്ങളെ ഞാൻ കാട്ടിയിരിക്കും. അപ്പോൾ ശരി, തള്ളി മറിച്ച് ഞാൻ നിർത്തി വയ്ക്കുന്നു. കൂടുതൽ വിഷ്വൽസ് വേണമെങ്കിൽ ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാം. വേണമെങ്കിൽ പറയണേ. ടാറ്റാ.